ഞാനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി, നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മഴയൊന്നുമില്ല, അത്യാവശ്യം ചെറിയ ഒരു ഷാഡോ ആയിട്ടുള്ള വെയിലൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം, കണ്ടില്ലേ? അതാണ് എൻ്റെ കൊട്ടാരം, അതാ കണ്ടില്ലേ? അമ്മ ബാഗെല്ലാം എടുത്തിട്ട് ഇങ്ങനെ സുന്ദരിയായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒന്ന് കാണേണ്ട ആൾക്കാർ. അപ്പോൾ പിന്നെ അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാനും അമ്മയും കൂടി മാടായിക്കാവിലെത്തി. ഇത് മാടായിക്കാവിലേക്ക് വരുന്ന വഴിയല്ല, മെയിൻ ഗേറ്റ് അപ്പുറത്തെ ഭാഗത്തും കൂടിയാണ്. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഇടവഴിയിലും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വഴിയാണ് ഉണ്ടാവുക. മാടായിക്കാവിൽ പോയവർക്ക് മനസ്സിലാവും ഈ ഇടവഴിയിലൂടെ ഇതേതാണ് വഴി എന്നൊക്കെ. പിന്നെ ഈ കാണുന്ന ഇതില്ലേ കുളം, ഈ കുളത്തിൽ മയൂഖത്തിൽ മമതാ മോഹൻദാസ് നീന്തിയ കുളമാണ്. ഓക്കെ, ഇത് മാടായിക്കാവിലത്തെ കുളമാണ്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നൊസ്റ്റാൾജിയാണ് ഒക്കെ അതൊക്കെ കാണുമ്പോഴല്ലേ. എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല അടിപൊളിയായിട്ട് കല്ലൊക്കെ പാവി വെച്ചിട്ട്. എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, എല്ലാ അമ്പലങ്ങളും വെള്ളത്തിനെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു സങ്കേതമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു ദൂരക്കാഴ്ച കുളത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാനും അമ്മയും അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു, അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അതിന് കാരണം കർക്കിടകത്തിലെ ഏറ്റവും ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും മാടായിക്കാവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ അമ്പലത്തിനടുത്തുള്ള ഒരു ക്യൂ ആണ്, ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 പിന്നെ ലൈനിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുക. വീട്ടിൽ പോയിട്ടില്ല, പയ്യന്നൂരിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തുന്ന ഒരുപാട് സമയം വൈകും. പിന്നെ അതല്ലാണ്ട് എന്താ പറയുക, പിന്നെ ഈ ക്യൂവിൽ നിൽക്കണ്ട, ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കണം. നോക്കിയേ, നിറച്ചും ആൾക്കാരാണ്, ഫുൾ ആൾക്കാരാണ്. ഈ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഈ വലത് ഭാഗത്തിലെ ഒരു ഫോറസ്റ്റ് പോലെ ഒരു സംഭവം, നല്ല സൂപ്പറാണ്, നല്ല ഭയങ്കര തണുപ്പും കാര്യങ്ങളും. പിന്നെ ഇത് ഞാൻ അവിടുന്ന് എന്താ പറയുക നേർച്ച നേർന്നതാണ്. അമ്പലത്തിങ്ങളിൽ പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നേർച്ച നേരുമല്ലോ. എന്തായാലും അകപൂജ കഴിച്ചതാണ്. അകപൂജ കഴിച്ചിട്ട് ഇത് തുറന്ന് നോക്കാം. പിന്നെ അവിടെ അകപൂജ നമ്മളിപ്പം ഈ പറശ്ശിനിക്കടവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അടുത്ത മുത്തപ്പൻ്റെ നിവേദ്യം എന്ന് പറയുന്ന കള്ള്, പൈൻകുറ്റി, അതായത് കള്ളും അതുപോലെ തന്നെ പരിപ്പും അല്ലെങ്കിൽ കടല പിന്നെ ഉണക്കൊക്കെയാണ് നാടയിലെ പിന്നെ അർച്ചന എന്ന് പറയുന്നത്. മാടായിക്കാവിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. പിന്നെ അവിടെ ചെറുപയറും അതുപോലെ തന്നെ ചിക്കൻ, കോഴിയും കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, ഞാനിത് കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയിട്ട് മേടിച്ചതാണ്. ഇപ്പം പിന്നെ ഏട്ടൻ പെട്ടെന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് വരണം, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പോക്ക് പോയതാണ്. ഇതാണ്, ഞാൻ 2 കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷം, അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അല്ലേ. സത്യം പറയില്ല, എനിക്ക് അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരും. എന്താണെന്നറിയില്ല, ചിലപ്പോൾ എന്താ പറയുക, എന്നെ ദൈവം ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ വിളികൾ കേൾക്കാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിൽ പരിഭവമൊന്നുമില്ലെങ്കിൽ കൂടി ഒരു സങ്കടം വരും. എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ മൂകാംബിക പോയിട്ടും കരഞ്ഞു പോയായിരുന്നു. പിന്നെ എനിക്ക് മൂകാംബികയിലെ ദേവീനടുത്ത അമ്മേനെ എനിക്ക് ശരിക്കും തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ആ അമ്മ കടാക്ഷിച്ചിട്ട് എനിക്ക് ശരിക്കും തൊഴാണ്ട് പറ്റി. ഇപ്പം ഞാൻ കാണിച്ചത് 2 ത്രിമധുരമാണ്. അതുപോലെ തന്നെ ചരട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ജപിച്ച ചരട്. ഇപ്പം പിന്നെ 3 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ അമ്മക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ഒന്ന് എനിക്കും 1 ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് കെട്ടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നല്ല കുറേയേറെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.